ഹായ് നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു ആയുർവേദ പാക്ക് പരിചയപ്പെട്ടാലോ. സ്കിന്നിനും ഹെൽത്തിനും ഒരുപോലെ ഉപയോഗമുള്ള വളരെ നല്ലൊരു ആയുർവേദ ഹെർബ് കൊണ്ടുള്ള ഒരു പാക്കാണ്. മഞ്ചിഷ്ടയാണ്. മഞ്ചിഷ്ട എന്ന് പറയുമ്പോൾ സ്കിന്നിനും അതുപോലെ തന്നെ നമ്മളെ ഹെൽത്തിനും ഒരുപോലെ എഫക്റ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ഒരുപോലെ ഗുണമുള്ള ഒന്നാണ് ഈ ഒരു മഞ്ചിഷ്ട എന്ന് പറയുന്നത്. ഇതാണ് മഞ്ചിഷ്ടയുടെ ചെറിയ പാക്കറ്റാണ് കേട്ടോ. ഇതിൻ്റെ തന്നെ പല കമ്പനീസിൻ്റെ ഉണ്ട് മഞ്ചിഷ്ട. ജസ്റ്റ് ഒരു ഫേസ് പാക്ക് എന്നതിലുപരിയായിട്ട് ഇതിന് ഒരുപാട് ഹെൽത്ത് പ്രോപ്പർട്ടീസ് ഉള്ളതാണ്. ആയുർവേദ പ്രോഡക്റ്റുകളിൽ മെയിൻ ഇൻഗ്രീഡിയൻസ് ആണിത്. പ്രത്യേകിച്ച് സ്കിൻ ബ്രൈറ്റനിങ് അതുപോലെയുള്ള ഓയിലുകളിലും ആയുർവേദ ക്രീമുകളിലും ഒക്കെ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കണ്ടന്റാണ് ഈ മഞ്ചിഷ്ട എന്ന് പറഞ്ഞത്. നാൽപ്പാമരാതീരിയം വിഭാ ക്രീമിലൊക്കെ ഇതാണ് വരുന്നത്. മെയിനായിട്ട് മഞ്ചിഷ്ട ഉപയോഗിക്കുന്നത് നമ്മൾ ഇന്റേണലിയും അതുപോലെ തന്നെ എക്സ്റ്റേണലിയും ഉപയോഗിക്കും. ഇന്റേണലി ആകുമ്പോൾ നമ്മൾ ഡീടോക്സിഫിക്കേഷനൊക്കെ നടക്കാനും ബ്ലഡൊക്കെ ഒന്ന് പ്യൂരിഫൈ ചെയ്യാനും ലിവർ ഫങ്ഷനൊക്കെ ഒന്നുകൂടെ ആക്ടിവേറ്റ് ചെയ്യാനും സ്റ്റിമുലേറ്റ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്നതാണ്. അത് നമുക്ക് ക്യാപ്സൂൾ രൂപത്തിലും അതുപോലെ തന്നെ നമുക്ക് പൗഡറായിട്ടും ഒക്കെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഇന്റേണലി ഉപയോഗിക്കുമ്പോൾ ബ്ലഡ് പ്യൂരിഫിക്കേഷൻ നടത്തുമ്പോൾ തന്നെ സ്കിൻ ക്ലിയർ ആവും, ഹെൽത്തി ആവും. രണ്ടും നമുക്കിത് പുറമേ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ബെനിഫിറ്റാണ്. മെയിനായിട്ടുള്ള ഗുണങ്ങളെന്ന് വെച്ചാൽ സ്കിൻ ബ്രൈറ്റൻ ചെയ്യാൻ സഹായിക്കും. അതുപോലെ തന്നെ ആക്നെ, പിമ്പിൾസിൻ്റെ മാർക്ക്, പിഗ്മെൻറ്റേഷൻ ഇതൊക്കെ കുറയ്ക്കാൻ സഹായിക്കും. റെഗുലറായിട്ട് ഉപയോഗിച്ച് വരുമ്പോൾ നമ്മളെ സ്കിന്നിലെ റിങ്കിൾസ് ഒക്കെ കുറച്ച് സ്കിന്നിൻ്റെ ഏജിങ് പ്രോസസ്സിനെയൊക്കെ ഒന്ന് സ്ലോ ആക്കാനൊക്കെ സഹായിക്കും. അതുപോലെ തന്നെ സ്കിന്നിലെ ഗ്ലോ നൽകാനും സ്കിന്ന് നല്ല യങ്ങാക്കി വെക്കാനും ഒക്കെ സഹായിക്കും. പിന്നെ നമ്മളെ സ്കിന്നിൽ എന്തെങ്കിലും ചൊറിച്ചിൽ, തടുപ്പ് അതുപോലെയൊക്കെ ഉണ്ടെങ്കിൽ ആ ഇൻഫ്ലമേഷൻസിനെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനും ഒക്കെ സഹായിക്കും. ബോഡീനെ ഒന്ന് കൂളാക്കാൻ സഹായിക്കും. ഇറഗുലർ പീരീഡ്സ് ഒക്കെ ഉള്ളവർ ഉപയോഗിച്ച് നോക്കിയാൽ വളരെ നല്ലതാണ്. അപ്പോൾ ഞാനിപ്പോൾ ആയുർവേദം നോക്കി, അതുപോലെ തന്നെ ഹോമിയോ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ഹോമിയോയുടെ അലർജിയുടെ മരുന്നൊക്കെ കഴിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് നല്ല എഫക്റ്റീവാണ്. ഇത് നമുക്ക് തടിയായിട്ട് വാങ്ങാം കേട്ടോ. ഇപ്പം നമ്മൾ പറയുന്ന ഈ പച്ചില ഈ അങ്ങാടിക്കടയൊക്കെ ഇല്ലേ, അവിടെ നിന്നാണെങ്കിൽ ഇതിൻ്റെ തടി കിട്ടും. തടി കിട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് തിന്നായിട്ടുള്ള തടിയാണെങ്കിൽ അത്ര ഒരു ഇതല്ല കേട്ടോ. കുറച്ച് ഒരു തിക്കായിട്ടുള്ള തടി നോക്കി വാങ്ങുകയാണെങ്കിൽ നല്ലതാണ്. ഇത് നമുക്ക് ചതച്ചൊക്കെ വെള്ളം തിളപ്പിച്ച് കുളിക്കാം, കുടിക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. അല്ലാതെ അത് മിക്സിയിലിട്ടാൽ മിക്സി പന്നലായി പോവും. അതിനേക്കാളും പൗഡർ ഫോമിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് ബ്രാൻഡുകളുടെ പ്രോഡക്റ്റ് ഉണ്ട്. ഈ സ്കിൻ കെയർ പാക്കായിട്ട് മഞ്ചിഷ്ട പാക്കിൻ്റെത് നല്ല ട്രസ്റ്റഡ് ബ്രാൻഡുകളുടെയൊക്കെ നോക്കി നിങ്ങൾ വാങ്ങിയാൽ മതി. അല്ലെങ്കിൽ നമുക്കിതുപോലെ റോ മെറ്റീരിയൽ വാങ്ങിക്കാം. അങ്ങാടിക്കടയിൽ പോയി ഇതുപോലെയുള്ള തടിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് കുറച്ചത് പാടാണെങ്കിലും പക്ഷെ അതിൽ പ്യുവറായിട്ട് തന്നെ നമുക്ക് കിട്ടും. ഓർഗാനിക്കായിട്ട് തന്നെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ വാങ്ങുവാണെങ്കിൽ ആ തടി കൊണ്ട് നമുക്ക് വെള്ളം തിളപ്പിച്ച് കുടിക്കാം, മേലൊക്കെ കഴുകിയാൽ നല്ലതാണ്. ഉള്ളിൽ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം. അതുകൂടി ഡോക്ടറെ അഡ്വൈസോട് കൂടിയൊക്കെ ഉപയോഗിക്കാവൂ. പലർക്കും പല അസുഖങ്ങളും പല ഇതായിരിക്കും കേട്ടോ. ഇനി നമുക്കിത് എങ്ങനെയാണ് നല്ല റിസൾട്ട് കിട്ടാൻ ഉപയോഗിക്കാമെന്ന് നോക്കാം. ഡ്രൈ സ്കിന്നുകാരാണെങ്കിൽ തൈരിൽ ചേർത്ത് ഉപയോഗിക്കാം. ഓയിൽ സ്കിന്നാണെങ്കിൽ റോസ് വാട്ടറിലോ വെള്ളത്തിലോ കുക്കുംബർ ജ്യൂസിലോ ഒക്കെ ആഡ് ചെയ്ത് ഉപയോഗിക്കാം. ഇനി അഥവാ ഒന്നും ഉപയോഗിക്കാൻ പറ്റാത്ത സെൻസിറ്റീവ് സ്കിന്നാണെങ്കിൽ വെറുതെ വെള്ളത്തിൽ ചേർത്ത് ഉപയോഗിച്ചാൽ മതി. ആ സെൻസിറ്റീവ് സ്കിൻകാരും ജസ്റ്റ് ഒന്ന് പാച്ച് ടെസ്റ്റ് നടത്തണം. എൻ്റെതിപ്പോൾ നോർമൽ സ്കിന്നാണ്. തൈര് ചേർക്കാം, അതുപോലെ റോസ് വാട്ടറൊക്കെ ചേർക്കാം. പക്ഷേ ഞാനിവിടെ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. തക്കാളി ഒന്നെടുത്ത് നന്നായിട്ട് കഴുകി അതൊന്ന് മിക്സിയിലിട്ടൊന്ന് പേസ്റ്റ് ആക്കിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഫൈൻ പൗഡർ അല്ല, കുറച്ചൊന്ന് തരിതരിയാണ്. അതുകൊണ്ട് ഇത് കുറച്ചൊന്ന് തരിതരി ആയതുകൊണ്ട് തന്നെ നമ്മളിത് ഡെയിലി ഒന്നും യൂസ് ചെയ്യരുത്. അതുപോലെ തന്നെ അപ്ലൈ ചെയ്യുന്ന സമയത്തും വാഷ് ചെയ്യുന്ന സമയത്തൊക്കെ ശ്രദ്ധിക്കണം. എന്നിട്ട് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് അപ്ലൈ ചെയ്യുക. ഒരു ഉണങ്ങുന്ന സമയം, ഒരുപാട് അങ്ങ് ഡ്രൈ ആവാതെ അതിന് മുമ്പേ കൈ നനച്ച് നന്നായിട്ടൊന്ന് ചെറിയ രീതിക്കൊന്ന് ജെന്റിലായിട്ടൊന്ന് സ്ക്രബ് ചെയ്യുക. ഇങ്ങനെ ഒരു തരിതരി ഫൈൻ പൗഡർ അല്ലാത്തത് കൊണ്ട് തന്നെ ഡെയിലി ഉപയോഗിക്കരുത്. ആഴ്ചയിൽ 1-2 ദിവസമൊക്കെ ഉപയോഗിച്ചാൽ മതി. ഇങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടത്. നല്ല റിസൾട്ടാണ്. അതിനുശേഷം ഒരു മോയ്സ്ചറൈസർ ഉപയോഗിക്കണം. പിന്നെ ഒരു സൺ പ്രൊട്ടക്ഷനും ഉപയോഗിക്കണം കേട്ടോ. അങ്ങനെ ഇത് ഉപയോഗിച്ച് വരുമ്പോൾ തന്നെ നമുക്ക് റിസൾട്ട് അറിയാൻ പറ്റും. ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. ചിലർക്ക് ഒത്തിരി റിസൾട്ട് കിട്ടാൻ സമയമെടുക്കും, ചിലർക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടും, ചിലർക്ക് ഇത് സ്യൂട്ട് ആവണമെന്നുമില്ല. പിന്നെ ഇതെന്ന് പറയുന്നത് ഒരിക്കലും ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു റിസൾട്ട് കിട്ടുന്ന ഒന്നല്ല. നമുക്കൊത്തിരി സമയമെടുക്കും കേട്ടോ. ആയുർവേദമല്ലേ, കെമിക്കലൊന്നും ഇതിലില്ലാത്തത് കൊണ്ട് തന്നെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് സമയമെടുക്കും. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റേതായ റിസൾട്ട് അതിന് കിട്ടും.
നമ്മളിപ്പോൾ ഓവറായിട്ട് സ്കിന്നിന് അങ്ങ് ബ്രൈറ്റൻ ചെയ്യിക്കുക അല്ലാതെ ഇപ്പോൾ സ്കിന്നിൻ്റെ ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് എന്തെങ്കിലും ബ്രേക്കൗട്ട്സ് ഒക്കെ സ്കിന്നിന് സംഭവിച്ചിട്ടുണ്ട്, സ്കിന്നിൽ എന്തെങ്കിലും വേറെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കവർ ചെയ്തതിന് ശേഷം സ്കിൻ ഓട്ടോമാറ്റിക്കായിട്ട് ഹെൽത്തി ആയിക്കോളും. അതിനൊരു സമയം വേണം. ഇത് ഇൻസ്റ്റൻറ്റ് റിസൾട്ട് തരുന്നതല്ല. ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഉണ്ടെന്ന് നമുക്കൊരു അവയർനെസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് വാങ്ങിച്ച് ട്രൈ ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ടല്ലോ. അപ്പോൾ അത് നമുക്ക് വാങ്ങിച്ച് നോക്കിയിട്ട് സ്കിന്നിന് ചേരുമോ എന്നൊക്കെ നമ്മൾ തന്നെ ഐഡൻറ്റിഫൈ ചെയ്ത് ഉപയോഗിച്ചാൽ മതി കേട്ടോ. എല്ലാ രീതിയിലും നോക്കുകയാണെങ്കിൽ ഒരു നല്ലൊരു പ്രോഡക്റ്റാണ്. ഇത് ശ്രദ്ധിച്ച് നിങ്ങൾ വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കാം. ബോഡിയിലൊക്കെ നല്ലൊരു സ്ക്രബ്ബറായിട്ടൊക്കെ ഉപയോഗിക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കണം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ, നിങ്ങൾക്കിത് വർക്ക് ആവുന്നുണ്ടോ, എന്തൊക്കെയാണ് ഇതിൻ്റെ നിങ്ങൾക്ക് കിട്ടിയ ബെനിഫിറ്റ്സ് അല്ലാത്തതൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. വീഡിയോ കാണുന്ന മറ്റുള്ളവരിലേക്ക് ഇത് എത്തുകയും മറ്റുള്ളവർക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഓക്കെ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനി അടുത്തൊരു വീഡിയോ കാണാം. എന്തെങ്കിലുമൊക്കെ റിവ്യൂസൊക്കെ വേണമെങ്കിൽ നമുക്ക് കമൻറ്റ് ബോക്സിലൊക്കെ ഡിസ്കസ് ചെയ്യാം. ബൈ ബൈ.